Hi മക്കളെ, വെൽക്കം ബാക്ക് ടു വിങ്സ് അക്കാദമി ഓൺലൈൻ ക്ലാസ്സസ്. നമുക്ക് ക്യാപ്സ്യൂൾ സീരീസിൽ ഫസ്റ്റ് 5 ചാപ്റ്റർ ക്ലിയർ കട്ടായിട്ട് പഠിച്ചു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കീ പോയിന്റ്സും അതുപോലത്തെ ഷുവർ ക്വസ്റ്റ്യൻസ്. ഇനി 5ാമത്തെ ചാപ്റ്റർ കണ്ടിന്യൂഷൻ ആണ്. ചാപ്റ്റർ എടുത്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. ഓക്കെ, അതിന്റെ ആപ്ലിക്കേഷൻസ് ആണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. നമുക്ക് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി പഠിച്ചില്ല ഇന്നലെ. അതിന്റെ ആപ്ലിക്കേഷൻസ്, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. ഓക്കെ, ആ ഡെറിവേറ്റീവ്സ് എന്തിനാണ് പഠിച്ചത്? മാത്തമെറ്റിക്സിൽ ഇങ്ങനെ ഡെറിവേറ്റീവിന്റെ ആവശ്യം. ഇത് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് 3 ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇവിടുന്ന്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ്, ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫംഗ്ഷൻ, ഏറ്റവും അവസാനം മാക്സിമ ആൻഡ് മിനിമ. ഇനി മാക്സിമം ആൻഡ് മിനിമ, ഏറ്റവും അവസാനം സബ്ഹെഡിങ് ആബ്സലൂട്ട് മാക്സിമം ആൻഡ് ആബ്സലൂട്ട് മിനിമ. ഈ 3 ടോപ്പിക് പഠിച്ചാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 6 മാർക്കിന് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് വരും. ഓക്കെ, ഏതെങ്കിലും 2 സെക്ഷനിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും. 3 സെക്ഷനും വരില്ല, അതിൽ 2 എണ്ണത്തിൽ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ്സ് എടുക്കുമ്പോൾ ഏറ്റവും ആദ്യം കീ പോയിന്റ്സ് പറയും. ആ കീ പോയിന്റ്സ് കൃത്യമായിട്ട് പഠിക്കുക. നിങ്ങൾ എല്ലാവരും ഓഫ്ലൈൻ ക്ലാസ്സിൽ നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ടാവും കീ പോയിന്റ്സ് ഒക്കെ. എന്നിട്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 7-8 ക്വസ്റ്റ്യൻസ് ഇട്ടാ, ആ ക്വസ്റ്റ്യൻസ് മാത്രം. ആ 8 ക്വസ്റ്റ്യൻസ് ഈ വീഡിയോയിൽ കവർ ചെയ്യും. അതിനെന്ത് ചെയ്യുക, കുറച്ച് മോർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ടുതരാം. ആ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വരാം. വലിയ ചാപ്റ്റർ ഒന്നുമില്ല, വലിയ ചാപ്റ്റർ ആയിരുന്നു. കട്ട് ഓഫ് ഇതിന് ചെറുതാക്കി മാറ്റി. അപ്പൊ നിങ്ങൾക്ക് ഇത്ര പറഞ്ഞ 3 ടോപ്പിക്ക് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പൊ ഏറ്റവും ആദ്യം എന്ത് ചെയ്യുക, ആ കീ പോയിന്റ്സിൽ ഒരു 4 പോയിന്റ്സ് ഉണ്ട്. ആ 4 പോയിന്റ്സ് ഇങ്ങനെ തന്നെ പഠിച്ചു പോകണം. ഓക്കെ, പോയോ. അതില് ഫസ്റ്റ് ഹെഡിങ്ങില് ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ആണത്. ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് ഇൻക്രീസിംഗ് ആവണത്, എപ്പോഴാണ് ഡിക്രീസിംഗ് ആവണത്, എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആവാ, സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ആവാം. ഇവിടെ ഈ ഒരൊറ്റൊരു പോയിന്റ് പഠിച്ചാൽ മതി, സിമ്പിൾ ആയിട്ട്. ഓക്കെ, എ ഫംഗ്ഷൻ f of x is increasing if f dash of x greater than or equal to 0. ഒരു ഫംഗ്ഷൻ ഇൻക്രീസ് ആവണമെങ്കിൽ അതിന്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി സ്ട്രിക്ട്ലി ഇൻക്രീസ് എന്ന് പറയുമ്പോ ജസ്റ്റ് ഗ്രേറ്റർ ദാൻ ഉണ്ടാവില്ല, എന്തുണ്ടാവില്ല, ഈക്വൽ ടു ഉണ്ടാവില്ല. സ്ട്രിക്ട്ലി ഇൻക്രീസ് എന്ന് പറയുമ്പോൾ എന്താണ്, എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, ഇൻക്രീസിൽ എന്താണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഉണ്ടാ. ഇനി ഡിക്രീസ് നോക്കിയപ്പോൾ എന്തായിരിക്കുള്ളൂ, എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഡിക്രീസിംഗ് ഇഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ഡാഷ് എഫ് ഡാഷ് ഓഫ് എന്താണ്, ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ലെസ് ദാൻ ഓർ ഈക്വൽ 0 ആണെങ്കിൽ ഡിക്രീസിങ്, വെറും ലെസ് ദാൻ 0 ആണെങ്കിൽ സ്ട്രിക്ട്ലി ഡിക്രീസിങ്. അതിങ്ങനെ തന്നെ പഠിക്കാൻ 2 പോയിന്റ് ഇങ്ങനെ തന്നെ പഠിച്ചു പോകണം കേട്ടോ. ഇനി 3ാമത്തെ പോയിന്റ് നോക്കിയേ, ഇത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി എന്നാണ്. അത് ഐഡിയ മനസ്സിലാക്കേണ്ടത്, അതിന് ഡിനോട്ട് ചെയ്യാൻ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ dy/dx ചെയ്താൽ അതിനർത്ഥം എന്താണ്, വൈയിൽ ഉണ്ടാവുന്ന ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതിന് ഡിനോട്ട് ഇങ്ങനെ dy/dx. അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു ടൈം അങ്ങനെ ഡിനോട്ട് ചെയ്യും dv/dt. ഇനി നമ്മൾ ഏരിയ വെച്ച് പറയുകയാണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് അങ്ങനെ ഡിനോട്ട് ചെയ്യും dA/dr. അത് മാത്രം പഠിച്ചാൽ മതി അവിടെ മെയിൻ ആയിട്ട്. പിന്നെ കുറച്ച് ഇക്വേഷൻസ്, സർക്കിൾ ഏരിയയുടെ ഇക്വേഷൻ, ക്യൂബിന്റെ ഏരിയയുടെ ഇക്വേഷൻസ്, അതിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻസ്, അത് പഠിച്ചാൽ എന്ത് ചെയ്യുക, ആ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി എല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് ഈസ് എങ്ങനെ നമ്മ dv/dx. dv/dx ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക്, 3ാമത്തെ പോയിന്റ്. ഇനി 4ാമത്തെ കേട്ടാ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇവിടെ ഒരു കാര്യം ഇപ്പോഴേ പറയാ, ഈ ചാപ്റ്ററിൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് യൂസ് ചെയ്യണം. ആ ഒറ്റൊരു സെക്ഷനിൽ മാത്രമേ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം കാണുമ്പോ. ഓക്കെ, നമുക്കൊരു ഇന്റർവെൽ തരും. ആ ഇന്റർവെല്ലിൽ ആ ഫംഗ്ഷൻ ഏതാണ് ലോക്കൽ മാക്സിമം തരുന്ന വാല്യൂ അത് പഠിക്കണം. അപ്പൊ ഏറ്റവും ആദ്യം ലോക്കൽ മാക്സിമം തരുന്ന പോയിന്റ് അതാണ് ലോക്കൽ മാക്സിമ. ലോക്കൽ മാക്സിമയില് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആ പോയിന്റിൽ 0 ആയിരിക്കുള്ളൂ. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് മാക്സിമം ആണെങ്കിൽ ലെസ് ദാൻ 0. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, ലെറ്റ് എഫ് ബി എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ആൻ ഇന്റർവെൽ ഐ. ഒരു ഇന്റർവെൽ എടുക്കുകയാണ് ആൻഡ് എ എലമെന്റ് ഓഫ് ഐ. ആ ഇന്റർവെൽ പോയിന്റ് ആണ് എ. ദെൻ എക്സ് ഈക്വൽ ടു ആ എ എന്ന് പറഞ്ഞ പോയിന്റ് ലോക്കൽ മാക്സിമം ആവണമെങ്കിൽ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് 0 ആയിരിക്കണം, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്തായിരിക്കണം, ലെസ് ദാൻ 0, മാക്സിമം ലെസ് ദാൻ 0 കേട്ടോ. ഇനി 2ാം കണ്ടീഷൻ നോക്കിയേ, ആ എക്സ് ഈക്വൽ ടു ഈസ് ദ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമം ആവണമെങ്കിൽ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് 0 ആവണം, സെക്കൻഡ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് യൂസ് ചെയ്യുന്ന ചാപ്റ്റർ ആ ഒറ്റൊരു സെക്ഷനിൽ മാത്രമാണ് ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം കാണുമ്പോൾ. അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. അല്ലെങ്കിൽ ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് കൊണ്ട് എന്ത് ചെയ്തരുത്, ആ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എഴുതി വെക്കാൻ കരുത്. ആ ലോക്കൽ മാക്സിമലും ലോക്കൽ മിനിമലും മാത്രം കേട്ടാ. ഓക്കെ, അപ്പൊ ഈ 4 പോയിന്റ്സ് കൃത്യമായിട്ട് പഠിക്കണം. ഈ 4 പോയിന്റ്സ് പഠിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് ബേസിക് ഡിഫറൻസിയേഷനും അറിയാമെങ്കിൽ എന്ത് ചെയ്യുക, സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് എന്തായിരുന്നു, 2x. റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു, 1/2 റൂട്ട് എക്സ്.
ഇനി log x ന്റെ ഡെറിവേറ്റീവ് 1/x. ഇതൊക്കെ നമ്മൾ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിലും പ്ലസ് വണ്ണിലൊക്കെ പഠിച്ചു. ഈ ഒരു ഐഡിയ മനസ്സിലുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സുഖമായിട്ട് ഈ പാഠത്തിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അതിൽ ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവുക. ഞാൻ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളത്. നോക്കി, കാരണം കുറെ വട്ടം നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ കുറെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. ഇവിടേക്കും ദ റേഡിയസ് ഓഫ് എ സർക്കിൾ. സർക്കിൾ റേഡിയസിന് ഏത് ലെറ്റർ വെച്ചാൽ ഡിനോട്ട് ചെയ്യുക? ആർ വെച്ചാൽ വേണം. നിങ്ങൾക്ക് ഒരു സെന്റൻസ് രൂപത്തിൽ എഴുതാ, ലെറ്റ് ആർ ബി ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. അത് ആദ്യം എഴുതി വെക്കട്ടെ വേണമെങ്കിൽ. ലെറ്റ് ആർ ബി ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഓക്കെ, റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് ഇൻക്രീസിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 5 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ഓരോ സെക്കൻഡിലും റേഡിയസ് 5 സെന്റിമീറ്റർ കൂടുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ എന്തുണ്ട്, റേഡിയസ് ഇൻക്രീസ് ആവുന്നു വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് 5 സെന്റിമീറ്റർ സെക്കൻഡ്. അപ്പൊ ഏറ്റവും ആദ്യം പറഞ്ഞ രീതി നമ്മുടെ കയ്യിലുണ്ട്. എന്താണ് റേഡിയസ്? dr/dt. റേഡിയസ് വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ ചേഞ്ച് ആവുന്നു, ഇൻക്രീസ് ആവുന്നു 5 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇനി ഹൗ ഫാസ്റ്റ് ദ ഏരിയ ഓഫ് ദ സർക്കിൾ ഇൻക്രീസിംഗ് വെൻ റേഡിയസ് ഈസ് 10 സെന്റിമീറ്റർ. റേഡിയസ് 10 സെന്റിമീറ്റർ ആവുമ്പോ ഏരിയയിൽ ഉണ്ടാവുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. ഏറ്റവും ആദ്യം എന്ത് ചെയ്യുക, സർക്കിൾ ഏരിയയുടെ ഇക്വേഷൻ ഇതാ. ഏരിയയുടെ ഇക്വേഷൻ A ഈക്വൽ ടു, സർക്കിൾ ഏരിയയുടെ ഇക്വേഷൻ എന്തായിരുന്നു? പണ്ടേ മുതൽ പഠിക്കില്ലല്ലേ, πr². ഏരിയ ഉണ്ടാവും ചേഞ്ച്, റേഡിയസ് ചേഞ്ച് ആണ് വിത്ത് റെസ്പെക്ട് ടൈം അല്ലേ. ഈ ക്വസ്റ്റ്യൻ എല്ലാം ചേഞ്ച് വിത്ത് റെസ്പെക്ട് എന്തായിരിക്കുള്ളൂ, ടൈം. അപ്പൊ ഈ ഏരിയയുടെ ഇക്വേഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടി വെച്ചിട്ടാ. അപ്പൊ ഇങ്ങനെ ഒരു ഇക്വേഷൻ dA/dt ഈക്വൽ ടു d/dt πr². dA/dt നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. dA/dt ഈക്വൽ ടു, ഇവിടെ ആരെ പുറത്തെടുക്കുക, കോൺസ്റ്റന്റ്, പൈ കോൺസ്റ്റന്റ് ആണ്, പൈന് പുറത്തെടുത്ത് r² ഡെറിവേറ്റീവ് എന്താണ്? 2r. x² 2x അല്ലേ, അതുപോലെ r² ഡെറിവേറ്റീവ് 2r വിത്ത് റെസ്പെക്ട് ടു r ആണ് നിർത്തായിരുന്നത്. ഇവിടെ റെസ്പെക്ട് ടി അല്ല. അപ്പൊ എന്ത് ചെയ്യണം, അത് വെച്ച് ഡിഫറൻഷിയേറ്റ് മൾട്ടിപ്ലൈ ചെയ്യണം. dr/dt. നിങ്ങൾ y² ഡെറിവേറ്റീവ് ഓർമ്മ ഉണ്ടല്ല, 2y into dy/dt. അതേ സാധനം തന്നെ. ഓക്കെ, അപ്പൊ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് ഇനി നോക്കി, dA/dt ഈക്വൽ വല്ലതും നമുക്ക് അറിയാത്തതുണ്ടാ? അല്ല, നമ്മുടെ കയ്യിലില്ലേ. ഇവിടെ പൈ ഇൻറ്റു 2 ഇൻറ്റു റേഡിയസ് എത്ര ആകുമ്പോ 10 സെന്റിമീറ്റർ. ഇനി dr/dt എത്രയാണ്? 5. ഓക്കെ, ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. ഒന്ന് മൾട്ടിപ്ലൈ നോക്കി, 10 × 5 50, 50 × 2 100. അപ്പൊ ഇതാ 100 പൈ. ഈ ഡിനോട്ട് ചെയ്യാൻ പഠിക്കണം. മോളാർ ഏരിയ ഡിനോട്ട് ചെയ്യുക സെന്റിമീറ്റർ സ്ക്വയർ പെർ. അതിലാറാണ് ടൈം ഡിനോട്ട് ഇവിടെ സെക്കൻഡ് ആണ്. 100 പൈ സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഓക്കെ, ഇതേപോലത്തെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആദ്യം എന്താണോ കയ്യിലുള്ളത് അത് ആദ്യം എഴുതി വെക്കുക. അതിനുശേഷം എന്തിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കണ്ട ഇക്വേഷൻ എഴുതാ. ഇവിടെ റേഡിയസ് ചേഞ്ച് ആവുന്ന ടൈമിലാണ് പേര് എന്തിനാണ് ചേഞ്ച് ആവുക വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ, അപ്പൊ ആൻസർ ആയി 100 പൈ സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഓക്കെ, ഇനി അടുത്തത് കേട്ടാ, രണ്ടാമത്തത് ക്യൂബിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ക്യൂബിന്റെ പഠിക്കുമ്പോ ഏരിയ എന്തായിരുന്നു? ക്യൂബിന്റെ 6x². ഓക്കെ, വോളിയം എന്തായിരുന്നു? വോളിയം x³ എന്ന് വെച്ചാൽ സൈഡ് ഇൻറ്റു സൈഡ് x³ വരും. അപ്പൊ രണ്ട് ഇക്വേഷൻസ് മനസ്സിലുണ്ടാവും. ഇനി ഇവിടെ നോക്കിയേ, an edge of a variable cube is increasing at the rate of 3 centimeter per second. നമ്മൾ നേരത്തെ സർക്കുലർ റേഡിയസിന് r ആക്കി എടുത്തു. എപ്പോഴും നമ്മുടെ ക്യൂബിന്റെ എഡ്ജിന് എന്താക്കി എടുക്കാറ്? x ആക്കി എടുക്കാറ്. അപ്പൊ ആ സെന്റൻസ് ചെയ്തു ഏറ്റവും ആദ്യം let x be the edge of the cube. നമ്മുടെ ക്യൂബിന്റെ എഡ്ജിന് എന്താക്കി എടുത്ത്? x ആക്കി എടുത്തു. ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, എഡ്ജ് ഓഫ് എ വേരിയബിൾ ക്യൂബ് ഈസ് ഇൻക്രീസിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 3 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ഓരോ സെക്കൻഡിലും 3 സെന്റിമീറ്റർ കൂടുന്നു. അപ്പൊ എഡ്ജിന് x ആക്കി എടുത്തു. അപ്പൊ dx/dt ക്വസ്റ്റ്യൻ ഉണ്ട്. എഡ്ജിൽ ഉണ്ടാവും ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം എത്രയാണ്? 3 സെന്റിമീറ്റർ പെർ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൗ ഫാസ്റ്റ് is the volume of the cube increasing when edge is 10 centimeter. എഡ്ജ് 10 സെന്റിമീറ്റർ ആവുമ്പോ നമ്മുടെ വോളിയത്തിൽ ഉണ്ടാവുന്ന ചേഞ്ച്. അപ്പൊ എന്ത് ചെയ്യുക? അടിയിൽ വോളിയം v ആക്കി എടുക്കുക. വോളിയത്തിന്റെ ഇക്വേഷൻ ഇപ്പൊ എത്ര പറഞ്ഞില്ല, എഡ്ജിന്റെ നമ്മുടെ ക്യൂബിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ x³. എഡ്ജ് കഴിഞ്ഞാണ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പൊ ഇനി വോളിയം എന്തിലാണ് ചേഞ്ച് ആവുക? വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ. അപ്പൊ ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടി. അപ്പൊ എന്ത് വരും? dv/dt ഈക്വൽ ടു d/dt x³. അപ്പൊ എനിക്ക് dv/dt ഈക്വൽ ടു x³ ഡെറിവേറ്റീവ് എന്താണ്? 3x². വിത്ത് റെസ്പെക്ട് ടു x ആണ് എടുത്തായിരുന്നത്. ടി ആയതുകൊണ്ട് dx/dt മൾട്ടിപ്ലൈ ചെയ്യും. ഫൈനൽ ആൻസർ ആയി. ഇവിടെ നോക്കിയേ, dv/dt ഈക്വൽ ടു വല്ലതും അറിയാത്തതുണ്ടോ? അല്ല, കയ്യിലുണ്ടല്ലോ 3 × x എന്താവുമ്പോ 10 ആവും, 10²
ഇൻറ്റു dx by dt എത്രയാണ് 3. അപ്പൊ എത്ര വരും പറഞ്ഞ എനിക്ക് 3 into 3 9. 10 square 100. അപ്പൊ 100 900 കിട്ടും. അങ്ങനെ ഡിനോട്ട് ചെയ്യുമ്പോൾ ഇതിനാ വോളിയം സെന്റിമീറ്റർ ക്യൂബ് ടൈം സെക്കൻഡ്. 900 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഓരോ സെക്കൻഡിലും റേഡിയസ് 10 സെന്റിമീറ്റർ ആകുമ്പോൾ വോളിയം 900 സെന്റിമീറ്റർ ക്യൂബ് വെച്ച് ഇൻക്രീസ് ആവും. 900 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആൻസർ കിട്ടി. ഓക്കെ, അപ്പൊ നേരത്തെ പോലെ തന്നെ സെയിം സാധനം ഇവിടെ ഏരിയമായി വോളിയമായി റേഡിയസ് മാറി എഡ്ജായി. ഇക്വേഷൻസ് പറഞ്ഞാൽ എന്ത് ചെയ്യാ, സുഖമായിട്ട് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും, ബുദ്ധിമുട്ടില്ല. ഓക്കെ, ഇത് കറക്റ്റ് ആയിട്ട് ചെയ്ത് പഠിക്കണം കേട്ടാ. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് രണ്ടാം സെക്ഷൻ ആണ്. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത് പഠിച്ചാൽ മതി. അപ്പൊ അത് മാത്രം പഠിക്കരുത്, നോട്ട്ബുക്കിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ എക്സാമിന് ഇവിടുത്തെ ചാപ്റ്റർ എക്സാമിന് 2 ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കാം. ഇത് നോക്കാം. അടുത്തത് ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗിലാണ്. അപ്പൊ ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് മനസ്സിൽ ഓർമ്മ വരും. എപ്പോഴും ഒരു ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആവാം, ഇൻക്രീസിംഗ് മാത്രം. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0. ഡിക്രീസിംഗ് first order derivative less than or equal to 0. Strictly decreasing first order derivative less than 0. മനസ്സിലുണ്ടാവണം കേട്ടോ. ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ show that function f given by നമ്മുടെ കയ്യിൽ ഒരു f of x കയ്യിലുണ്ട്, അടിക്കടുത്ത് എഴുതിയൊക്കെ ഉണ്ട്. f of x equal to x cube minus 3x square plus 4x. x element of capital R. Capital R എന്തായിരുന്നു പഠിച്ച സെറ്റ് ക്യാപിറ്റൽ പ്ലസ് ഓൾ. ക്യാപിറ്റൽ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. ഓക്കെ, എക്സ് എലമെന്റ് ഓഫ് ആർ ആണ്. ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഓൺ ആർ. നമ്മുടെ ഈ ഇന്റർവെല് ഏത് ഇന്റർവെല് ക്യാപിറ്റൽ ആറില് ഈ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണ് തെളിയിക്കുക. വെച്ചാല് ആർ ഏത് നമ്പർ കൊടുത്താലും ഈ ഒരു ഫംഗ്ഷൻ എന്താന്ന് തെളിയിക്കണം, നമുക്ക് ഗ്രേറ്റർ ദാൻ 0 കിട്ടണം. ഓക്കെ, ഗ്രേറ്റർ ദാൻ 0 വാല്യൂ കിട്ടണം. അപ്പൊ നമ്മുടെ സിമ്പിൾ ഐഡിയ മനസ്സിലാലോചിക്കുക. ഒരു ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണ് തെളിയിക്കാൻ പറഞ്ഞാൽ റിയൽ നമ്പറിൽ ഈ സാധനം പോസിറ്റീവ് ക്വാണ്ടിറ്റി രൂപത്തിലാക്കിയാൽ മതി. പോസിറ്റീവ് ക്വാണ്ടിറ്റി ആക്കണം. അതിനുവേണ്ട ഐഡിയ എന്താക്കാം, ഇതൊരു സ്ക്വയർ ക്വാണ്ടിറ്റി ആക്കി മാറ്റാം. ഏറ്റവും ആദ്യം ഇതിന് എന്ത് വേണം, ഇവിടെ ആയിക്കോട്ടെ, സ്റ്റെപ്പ് ആക്കി പറഞ്ഞുതരാം. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് എഫ് ഡാഷ് ഓഫ് എക്സ്. ഡയറക്റ്റ് ചെയ്യേണ്ടത് കുറെ വട്ടം ചെയ്തല്ലേ. എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ. ഇനി മൈനസ് 3x സ്ക്വയർ, മൈനസ് 3 പുറത്തെടുക്കുക. ഇനി എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് 2x മൈനസ് 3 2x മൈനസ് 6x പ്ലസ് 4x ഡെറിവേറ്റീവ് 4. ഈ ഒരു ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇല്ലേ, ഈ സാധനം ഗ്രേറ്റർ ദാൻ 0 തെളിയിക്കണം. അപ്പോഴാണ് എന്തായിട്ട് മാറാം, സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആയിട്ട് മാറാം. വെച്ചാൽ ആർ ഏത് ഇട്ട് കൊടുത്താലും. ഓക്കെ, അപ്പൊ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ് തെളിയിക്കണം. ഗ്രേറ്റർ ദാൻ 0 പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ് തെളിയിക്കാൻ ഈ സാധനം എന്താക്കി മാറ്റാം, ഒരു സ്ക്വയർ ക്വാണ്ടിറ്റി ആക്കി മാറ്റാം. അതെങ്ങനെയാണ് ചെയ്യണം നോക്കിക്കോ. ഇവിടെ ഏറ്റവും ആദ്യം എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ഈ രണ്ട് ടൈമിൽ നിന്ന് ആറ് കോമൺ ആക്കി എടുക്കുക. ആറ് കോമൺ ആക്കി എടുക്കാൻ പറ്റും, എനിക്ക് ആലോചിച്ച് പറഞ്ഞേ. സിമ്പിൾ ആയിട്ട് പറയും, ആറ് കോമൺ ആക്കി എടുക്കാൻ പറ്റും, 3 കോമൺ ആക്കി എടുക്കാം അല്ലേ. അപ്പൊ 3 ഇവിടെ എന്ത് വരും, എക്സ് സ്ക്വയർ വരും മൈനസ് 3 ഏത് മൾട്ടിപ്പിൾ ആണ് 6 2 3 into 2 ആണ്. അപ്പൊ 2x വരും. ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, പ്ലസ് 4 ഉണ്ട്. ഇനി നമുക്ക് സ്ക്വയർ ക്വാണ്ടിറ്റി ആക്കാൻ ഇവിടെ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കണം. ഇവിടെ കോൺസ്റ്റന്റ് ഇല്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, എക്സിന്റെ കോഎഫിഷ്യന്റ് ഇല്ല -2, അതെടുക്കുക, അതിന് /2 ചെയ്യാം. -2/2 എന്ത് വരും, -1. അതിന് സ്ക്വയർ ചെയ്യാം, -1 സ്ക്വയർ എന്നാണ് 1. ആ 1 വെച്ചിട്ട് ഈ ഇക്വേഷൻ ആഡ് ചെയ്യുക, മൈനസ് ചെയ്യുക. അപ്പൊ നോക്കിയാൽ ചെയ്യണ പരിപാടി കേട്ടോ. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 3 into എക്സ് സ്ക്വയർ മൈനസ് 2x. നമുക്ക് കിട്ടിയ നമ്പർ അല്ലേ, ആ 1 അങ്ങനെ കിട്ടിയത്. എക്സിന്റെ കോഎഫിഷ്യന്റ് /2 ചെയ്യുക, സ്ക്വയർ ചെയ്യുക, 1 കിട്ടി. +1 -1 വാല്യൂക്ക് ചേഞ്ച് ഇല്ല ഇക്വേഷൻ. ഓക്കെ, ഇനി എനിക്ക് ആ -1 കളയാൻ വേണ്ടിട്ട് ഇവിടെ കേട്ടോ ആ 3 into -1 കൊടുക്കണം. അപ്പൊ എനിക്ക് 3 into എക്സ് സ്ക്വയർ മൈനസ് 2x +1 മതി. അവിടെ നമുക്ക് -3 +1 ആവും. ആ -1 കൊടുത്ത് -3 ആയി. ഇവിടെ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയി. ഇതിന് എന്ത് ചെയ്യുക, ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യുക. സിമ്പിൾ ആണ്. എക്സ് സ്ക്വയർ മൈനസ് 2x +1 ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഒന്നല്ലെങ്കിൽ നിങ്ങൾ -b +or- കൊടുക്കും. അപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ നോക്കി, 2 നമ്പർ ആഡ് ചെയ്യുമ്പോൾ എക്സിന്റെ കോഎഫിഷ്യന്റ് -2, അതേ 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോ 1. ആരൊക്കെയാണ് വരും ആലോചിച്ച് നോക്കിയേ, ആർക്ക് വരും? ഇപ്പൊ 1 1 മൾട്ടിപ്ലൈ ചെയ്യുമല്ലോ 1 കിട്ടുക, വേറെ ഒന്നും കിട്ടൂല, അല്ലെങ്കിൽ സൈൻ കൊടുക്കുക. -1 -1 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, -2. ഈ -1 -1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 1. അപ്പൊ എനിക്ക് ഇതാ കിട്ടിയ 2 നമ്പറിൽ എക്സ് -1 into x -1 ചെയ്ത ഈ ഒരു സാധനത്തിന് ഫാക്ടറൈസേഷൻ മെത്തേഡ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കിട്ടും. അപ്പൊ എനിക്ക് ഇതാ x -1 ഹോൾ സ്ക്വയർ
അപ്പോൾ നോക്കി ഇവിടെ ഇതാ 3 into x minus 1 whole square minus 3 plus 4 plus 1 കിട്ടും. ഇവിടെ ഇതൊരു സ്ക്വയർ ക്വാണ്ടിറ്റി ആയി. ഇനി എക്സിന് ഏത് റിയൽ നമ്പർ കൊടുത്താലും 1 ആയാലും 2 ആയാലും സ്ക്വയർ ക്വാണ്ടിറ്റി ആകുമ്പോൾ അത് പോസിറ്റീവ് ആയാലും -3 square 9 3 square 9. ഇത് പോസിറ്റീവ്. പോസിറ്റീവ് ഇൻറ്റു 3 പോസിറ്റീവ് പ്ലസ് 1 അതൊരു പോസിറ്റീവ് നമ്പർ. ഇത് എന്തായാലും എന്താണ് കിട്ടുക? ഗ്രേറ്റർ ദാൻ 0. ഗ്രേറ്റർ ദാൻ 0 നമുക്ക് പറയാം. Therefore f of x is strictly increasing at ഏത് ഇന്റർവെൽ? ക്യാപിറ്റൽ R എന്ന് പറയാം. ഓക്കെ, നമുക്ക് f dash of x ഗ്രേറ്റർ ദാൻ 0 തെളിയിക്കണം. ഇത്ര മാത്രമേ ഉള്ളൂ. റിയൽ നമ്പറിൽ ഒരു ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസ് ചെയ്യാന്ന് പറയാം, അത് സ്ക്വയർ ക്വാണ്ടിറ്റി ആക്കി മാറ്റാം. അതിൽ ഏറ്റവും കുറച്ച് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത്. അപ്പൊ ഇങ്ങനെ തന്നെ പഠിക്കാം കേട്ടോ. ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സ്പ്ലിറ്റ് ചെയ്യാനും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സ്റ്റാൻഡേർഡ് രൂപത്തിലാക്കാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ പഠിക്കാം. നമ്മുടെ ബുക്കിൽ ഈ സാധനം ഈ തന്നിട്ടുണ്ടാവും. ഡൗട്ട് വരികയാണെങ്കിൽ എന്ത് ചെയ്യുക? ബാക്ക് അടിച്ച് കാണാം കേട്ടോ. ഓക്കെ, ഇനി അടുത്തതാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ചോദിക്കാറ്. നമുക്ക് സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4 എന്ന രൂപത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഇങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. അപ്പൊ ഒരു കാര്യം പഠിക്കണം, ഇപ്പോഴേ പറഞ്ഞു ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് എന്ത് ആവശ്യമില്ല? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആവശ്യമില്ല. അത് മനസ്സിൽ ഓർത്ത് വെക്കാം. ഇവിടെ ഫൈൻ ദ ഇന്റർവെൽസ് ഇൻ വിച്ച് ഫംഗ്ഷൻ f of x equal to 2x³ minus 3x² minus 36x plus 7. ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ ഏത് ഇന്റർവെല്ലിലാണ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആവുക, ഏത് ഇന്റർവെല്ലാണ് സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആവുക? എപ്പോഴാണ് ഇൻക്രീസിങ് ആവുന്നത്, എപ്പോഴാണ് ഡിക്രീസിങ് ആവുന്നതാണ്. അപ്പൊ നോക്കി ഏറ്റവും ആവശ്യമായിട്ട് പരിപാടി സ്റ്റെപ്പ് 1 ഇത് ഇങ്ങനെ തന്നെ പഠിക്കാം കേട്ടോ. സ്റ്റെപ്പ് 1 f of x എഴുതി വെക്കുക. f of x equal to 2x³ minus 3x² minus 36x plus 7. ഇതിന്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഡെറിവേറ്റീവ് ആവശ്യമില്ല, ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് മാത്രം ആവശ്യമുള്ള. എനിക്ക് പറഞ്ഞത് എന്തേലും 2 പുറത്തെടുക്കുക കോൺസ്റ്റന്റ് ആണ്. x³ ഡെറിവേറ്റീവ് 3x². അപ്പൊ 2 into 3 6x² മൈനസ് 3 പുറത്തെടുത്ത് അപ്പൊ x² ഡെറിവേറ്റീവ് 2x, 3 into 2 6x എന്ന് വരും. ഇനി 36 പുറത്ത് x ഡെറിവേറ്റീവ് 1 മൈനസ് 36 പ്ലസ് 7 ഡെറിവേറ്റീവ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 0. f dash of x കിട്ടിക്കഴിഞ്ഞു. ഇനി സ്റ്റെപ്പ് 2 ചെയ്യേണ്ട പരിപാടി. ഇനി സ്റ്റെപ്പ് 1 ഒന്നുകൂടി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അത് ചെയ്ത് നോക്കാം. എല്ലാത്തിലും 6 കോമൺ അല്ലേ? ആ 6 പുറത്തെടുത്തു കേട്ടോ. അപ്പൊ 6 into x². 6 ഏത് മൾട്ടിപ്പിൾ ആണ്? 1 അപ്പൊ മൈനസ് x. 6 ഏത് മൾട്ടിപ്പിൾ ആണ്? 36 6 ഉണ്ട്. അപ്പൊ ഈ ഒരു രൂപത്തിലേക്ക് എഴുതി വെക്കാം. എല്ലാത്തിനോട് 6 കോമൺ ആക്കി എടുത്തു. ഇനി സ്റ്റെപ്പ് 2 ചെയ്യേണ്ട പരിപാടി ക്രിട്ടിക്കൽ പോയിന്റ് കാണലാണ്. ഇതുകൊണ്ട് ക്രിട്ടിക്കൽ പോയിന്റ്, തീരുമാനമെടുക്കുന്ന പോയിന്റ് കേട്ടോ. ഈ തീരുമാനമെടുക്കുന്ന പോയിന്റിലായിരിക്കും എന്ത് ചെയ്യുക? നമ്മുടെ ഫംഗ്ഷൻ സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത് ഇൻക്രീസിംഗ് ഡിക്രീസിംഗിലും. ഓക്കെ, അപ്പൊ ചെയ്യേണ്ട പരിപാടി ക്രിട്ടിക്കൽ പോയിന്റ് എടുക്കുക. ക്രിട്ടിക്കൽ പോയിന്റില് ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്തായിരിക്കുള്ളൂ? 0 ആയിരിക്കുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എഴുതാം f dash of x equal to 0. ഇവിടെ f dash of x നമുക്ക് എന്താ കിട്ടിയത്? 6 into x² minus 6 minus 6 equal to 0. ഇനി ആ 6 പുറമെ എന്താവും? by 6 ആവും. അപ്പൊ എനിക്ക് എഴുതാം x² minus x minus 6 equal to 0. by 6 0 എന്ന ആൻസർ. ഇനി ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല, x² ഉണ്ട്, x ഉണ്ട്, x ഇല്ലാത്തത് നിങ്ങൾ എന്ത് യൂസ് ചെയ്യുക? മൈനസ് b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² minus 4ac ഡിവൈഡ് ബൈ 2a യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? x ന് 2 വാല്യൂസ് കിട്ടും. ഇപ്പൊ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, 2 നമ്പർ ആഡ് ചെയ്യുമ്പോൾ x ന് കോഎഫിഷ്യന്റ് -1. അതേ 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോ 6. അപ്പൊ 3ഉം 2ഉം കൊടുക്കാം നമുക്ക്. 3ഉം 2ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 ആണ്. പക്ഷെ എനിക്ക് -1 വാല്യൂ വരും. അപ്പൊ എങ്ങനെ ചെയ്യണം നമുക്ക്? 3ഉം 2ലും ഓക്കെ -6 നോക്കി. ഈ ഒരു ഐഡിയ ഉണ്ട്. ഓക്കെ, 2 നമ്പർ ആഡ് ചെയ്യുമ്പോ -1 x ന്റെ കോഎഫിഷ്യന്റ്, അതേ 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6 ഇവിടുത്തെ കോൺസ്റ്റന്റ് മൈനസ് ഇടാൻ മറന്നു. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ വാല്യൂ കിട്ടും. -3 + 2 എന്താണ്? -1. -3 into 2 എന്താണ്? -6. അപ്പൊ ഇവിടെ x ന് സൊല്യൂഷൻ ആണ് കിട്ടിയതിന്റെ ഓപ്പോസിറ്റ്. അപ്പൊ 3ഉം 2ഉം ആണ് ആൻസർ വരും. 3ഉം -2, 3ഉം -2 ആണ് ആൻസർ വരും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ x ന് സൊല്യൂഷൻ കിട്ടും 3 or -2. 3 or -2. ഇതിനെ വായിക്കുന്നുണ്ട്. ഇതാണ് സ്റ്റെപ്പ് 2. ഓക്കെ, നമുക്ക് എക്സിന്റെ പോയിന്റ് കിട്ടിക്കുക, ക്രിട്ടിക്കൽ പോയിന്റ് 2 കിട്ടിക്കുക. ഇനി ചെയ്യേണ്ട പരിപാടി സ്റ്റെപ്പ് 3 നമ്മുടെ ഫംഗ്ഷൻ ഇന്റർവെൽ എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ നോക്കിക്കോ, സ്റ്റെപ്പ് 3 ചെയ്യണ പരിപാടി നോക്കാം.
സ്റ്റെപ്പ് 3 ചെയ്യണ പരിപാടി നോക്കാം. ഓക്കെ, ഏതൊരു ഫംഗ്ഷന്റെയും ഇന്റർവെല് വരിക സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്, -∞ മുതൽ +∞ വരെ. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു സാധനത്തിന് സ്പ്ലിറ്റ് ചെയ്യാൻ പോകണ്ട. നമുക്ക് കിട്ടിയ പോയിന്റ്സ് എന്തൊക്കെയാണ്? 3 ഉം -ഉം. അപ്പൊ ഏറ്റവും ആദ്യം ഇത് മാർക്ക് ചെയ്യുക, -2 മാർക്ക് ചെയ്യുക, അതിനുശേഷം 3 മാർക്ക് ചെയ്യുക. ഇനി ഇത് വെച്ച് എന്ത് ചെയ്യണം? ഇന്റർവെൽ സ്പ്ലിറ്റ് ചെയ്യണം. ഏതൊക്കെയാണ്? എല്ലാം ഓപ്പൺ ഇന്റർവെൽ ഇല്ല. ഓപ്പൺ ഇന്റർവെൽ -∞ -2, അടുത്തത് ഓപ്പൺ ഇന്റർവെൽ -2 3, അടുത്തത് ഓപ്പൺ ഇന്റർവെൽ 3 to ∞. ഒരെണ്ണം ചെയ്ത് നോക്കിയാൽ മതി, ബാക്കിയുള്ള ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ ഏറ്റവും ആദ്യം ഏത് ഇന്റർവെല്ലാണ് ഇൻക്രീസിംഗും ഏത് ഇന്റർവെല്ലാണ് ഡിക്രീസിംഗും, അപ്പൊ ഇന്റർവെൽസ് ഇടിഞ്ഞ് ഏതിലാണ് ഇൻക്രീസിംഗും ഏതിലാണ് ഡിക്രീസിംഗ് നോക്കിയാൽ മതി. അപ്പൊ ഏറ്റവും ആദ്യം അറ്റ് ഇത് ഇടി കൊടുക്കുക കേട്ടോ. ഇവിടെ സ്ഥലത്തുണ്ട്, ഇവിടെ തന്നെ ഇതിലുണ്ട്. അറ്റ് -∞ -2. ഓക്കെ, -∞ -2 അതിൽ f' എഴുതി വെക്കാം. ഫസ്റ്റ് ഡെറിവേറ്റീവ് എഴുതി വെക്കാം. നമുക്ക് എന്താ ഫസ്റ്റ് ഡെറിവേറ്റീവ് കിട്ടിയത്? 6 × x² -6 എപ്പോഴും ഏറ്റവും ആദ്യം ചെറിയ നമ്പറിനെ എഴുതണം ഇന്റർവെൽ സ്പ്ലിറ്റ് ചെയ്യുമ്പോ. എന്നിട്ട് നോക്കി ഈക്വൽ ടു ഈ ഇന്റർവെൽ ഒരു പോയിന്റ് പറഞ്ഞ ഈ ഇന്റർവെൽ ആയിട്ട് വരുന്നത് -2 ന്റെ -∞ മേടില്ല -3 -4 ഏതുള്ള ഇവിടെ -3 കൊടുക്കുന്നുണ്ട്. f'(-3) അപ്പൊ നിങ്ങൾക്ക് 6 × -3² -3 +3 ആവും -6. അപ്പൊ നിങ്ങൾക്ക് ആൻസർ 6 × 9 +3 -6. അപ്പൊ നിങ്ങൾക്ക് 12 - 6 6 6 × 6 36 ഗ്രേറ്റർ ദാൻ 0. ഗ്രേറ്റർ ദാൻ 0 അതിനർത്ഥം എന്താണ്? ഓക്കെ, നമുക്ക് f'(-3) എഴുതാം. ഈ ഇന്റർവെൽ പോകുന്നത് നമുക്ക് എന്ത് കിട്ടി? ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ആ ഇന്റർവെൽ എന്തായിരിക്കും? സ്ട്രിക്ട്ലി ഇൻക്രീസ് ചെയ്യാം. നമുക്ക് എഴുതാം therefore എടുത്തിയമ്മ. ഓക്കെ, ഇവിടെ ഇതാ therefore f of x is strictly increasing at നമ്മുടെ ഇന്റർവെൽ ഏതായിരുന്നു? -∞ -2. ആ ഇന്റർവെൽ എന്താണ്? സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ്. ഇവിടെ ഇത് ഇൻക്രീസിംഗ് ആണെങ്കിൽ സ്ട്രിക്ട്ലി ഇൻക്രീസ് ചെയ്ത് എന്തായിരിക്കുള്ളൂ? തൊട്ടപ്പുറത്തത് ഇൻക്രീസിംഗ് അല്ല ഡിക്രീസിംഗ് വരും. വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ആ പോയിന്റ് എഴുതിക്കാം. അറ്റ് -2 3 f of x is strictly decreasing. ഇനി ഇത് ഡിക്രീസ് ചെയ്യുന്നത് എന്തായിരിക്കുള്ളൂ? ഇൻക്രീസിംഗ് ആയിരിക്കുള്ളൂ. അപ്പൊ ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് ഇൻക്രീസിംഗ് രണ്ട് ഇന്റർവെല്ലിൽ നമുക്ക് എന്ത് കിട്ടും? ഇൻക്രീസിംഗ് കിട്ടും. ഒരു ഇന്റർവെല്ലിൽ സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് കിട്ടും. ഓക്കെ, ഈ ഒരു സെക്ഷൻ ഇങ്ങനെ തന്നെ പഠിക്കുക. അതിൽ ഏറ്റവും ആദ്യത്തോടാണ് കറക്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. അതിന് വാല്യൂ കിട്ടിയത് അപ്പുറത്തേക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇനി ഓരോന്നിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാണ്ട് ഇതേപോലെ തന്നെ. ഓക്കെ, അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ 4 സ്റ്റെപ്പ് 4 ഇതാണ് സ്റ്റെപ്പ് 4 വരിക. സ്റ്റെപ്പ് 1 ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. സ്റ്റെപ്പ് 2 ക്രിട്ടിക്കൽ പോയിന്റ് കാണാം. സ്റ്റെപ്പ് 3 ഇന്റർവെല്ലിൽ സ്പ്ലിറ്റ് ചെയ്യുക. സ്റ്റെപ്പ് 4 നമ്മൾ എന്ത് ചെയ്യുക? ഓരോ ഇന്റർവെല്ലിലും ഓരോ പോയിന്റ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇട്ട് കൊടുക്കുക. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ്, ലെസ് ദാൻ 0 ആണെങ്കിൽ സ്ട്രിക്ട്ലി ഡിക്രീസിംഗ്. ഒരെണ്ണം കണ്ടുപിടിച്ച് ബാക്കിയുള്ള നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറയാം. ഇനി അടുത്ത് നോക്കൂ. ഇനിയാണ് പറയാൻ പോകുന്നത്. ഇവിടെ നോക്കി മാക്സിമയുടെയും മിനിമയുടെയും കാര്യം. ഇപ്പൊ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞ് ലോക്കൽ മാക്സിമയിലും ലോക്കൽ മിനിമയിലും മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പോണുള്ളൂ? സെക്കൻഡ് ഡെറിവേറ്റീവ് ചെയ്യാൻ പോണുള്ളൂ. ഇപ്പൊ ചെയ്യണം നോക്കോട്ടാ. ഏത് പോയിന്റിലാണ് ഈ ഫംഗ്ഷൻ ലോക്കൽ മാക്സിമം വാല്യൂ തരുന്നത്, ഏത് പോയിന്റിലാണ് ഈ ഫംഗ്ഷൻ ലോക്കൽ മിനിമം വാല്യൂ തരുന്നത്? ഇപ്പൊ ഏറ്റവും ആദ്യം എന്ത് ചെയ്യുക? ഫംഗ്ഷൻ ചെയ്തേക്കുക f of x = x³ - 3x. അതിനുശേഷം ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് f'(x) എന്ത് വരും? 3x² - 3. ഇവിടെ തന്നെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് f'(x). അപ്പൊ 3x ഡെറിവേറ്റീവ് 6x എന്ന് കിട്ടും. ഓക്കെ, അതിനുശേഷം ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ക്രിട്ടിക്കൽ പോയിന്റ്സ് കാണാം. കാരണം ലോക്കൽ മിനിമം ആയിക്കോട്ടെ ലോക്കൽ മാക്സിമം ആയിക്കോട്ടെ ആ തരുന്ന പോയിന്റിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കുള്ളൂ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ക്രിട്ടിക്കൽ പോയിന്റ്. ഓക്കെ, അപ്പൊ ക്രിട്ടിക്കൽ പോയിന്റ് ഹെഡിങ് കൊടുക്കുക. ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗിൽ പറഞ്ഞ പോലെ അവിടെ എന്തായാലും എന്ത് 0 ആയിരിക്കുള്ളൂ? ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് 0 ആയിരിക്കുള്ളൂ. f'(x) = 0. അപ്പൊ എനിക്ക് ഇതാ 3x² - 3 = 0. ഇവിടെ എക്സിന്റെ വാല്യൂ. അപ്പൊ 3x² = 3, x² = 3/3 x = √1. √1 എന്ന് പറയുന്നത് +or -1. ഓക്കെ, +1 വാല്യൂ ഉണ്ട്, -1 വാല്യൂ ഉണ്ട്. അപ്പൊ ഏറ്റവും ആദ്യം എന്ത് ചെയ്യുക? അറ്റ് x = 1 എന്ന് ഇടി കൊടുക്കുക. അറ്റ് x = 1 പോസിറ്റീവ് 1. ഓക്കെ, അറ്റ് x = 1 നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സെക്കൻഡ് ഡെറിവേറ്റീവിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇവിടേക്കും അറ്റ് x = 1 ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് നടിയിൽ എഴുതി വെക്കുക. f'(x) = 6x. അതിൽ ഇട്ട് കൊടുക്കുക f'(1) = 6 × 1 = 6 ഗ്രേറ്റർ ദാൻ 0 അല്ലേ?
ഇവിടെ ഗ്രേറ്റർ ദാൻ 0 വരികയാണെങ്കിൽ ആ പോയിന്റിലാണ് ലോക്കൽ മിനിമ. ഇവിടെ 0 ആണെങ്കിൽ ലോക്കൽ മിനിമ. ഇവിടെ നമുക്ക് എഴുതാം at x equal to 1 is a point of ലോക്കൽ മിനിമം വാല്യൂ തരുന്ന പോയിന്റ്. ഇനി നിർത്താൻ പാടില്ല പരിപാടി. ഇനി ലോക്കൽ മിനിമം വാല്യൂ ഈക്വൽ ടു ലോക്കൽ മിനിമം വാല്യൂ കാണണം. ലോക്കൽ മിനിമം വാല്യൂ ഈക്വൽ ടു നമ്മുടെ എന്ത് ചെയ്യാ, നമ്മുടെ f of x ഇല്ലേ, f of x ഈക്വൽ ടു x³ മൈനസ് 3x അതിലിട്ട് കൊടുക്കാം. അപ്പൊ f of ഏതാണ് 1, f of 1³ മൈനസ് 3 into 1 മൈനസ് 3 നിങ്ങൾക്ക് എന്താ ആൻസർ വരും, -2. ഇതാണ് ഫംഗ്ഷൻ തരുന്ന ലോക്കൽ മിനിമം വാല്യൂ. ബുദ്ധിമുട്ടില്ല. ഇത് നമുക്ക് എന്താണ്, ലോക്കൽ മാക്സിമം വാല്യൂ കാണണം. ഇവിടെ തന്നെ നമുക്ക് കാണിച്ചു തരാം. ലോക്കൽ മാക്സിമം ഒരു പോലെ ഇവിടെ ഇല്ലേ, at x equal to -1 അതുകൊണ്ട് ചെയ്യാം കേട്ടോ. at x equal to -1 at x equal to -1 ഇതൊന്നും വായിക്കുന്നുണ്ട്. ഇത് ക്രിട്ടിക്കൽ പോയിന്റ് കാണുന്നത് ഇവിടെ ചെയ്ത് കാണിച്ചാൽ at x equal to -1. ഓക്കെ, അപ്പൊ at x equal to -1 എന്ത് ചെയ്യുക, സെക്കൻഡ് ഡെറിവേറ്റീവിൽ ഇട്ട് കൊടുക്കുക 6x. അപ്പൊ നിങ്ങൾക്ക് f double dash of -1 equal to 6 into -1 equal to -6 less than 0 എന്ന് പറയാം. ലെസ് ദാൻ 0 എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് എഴുതി നോക്കുക. ഇവിടെ ചെയ്താ കേട്ടോ. ലെസ് ദാൻ 0 ആണെങ്കിൽ ആ പോയിന്റ് ആണ് ലോക്കൽ മാക്സിമം വാല്യൂ വരുന്ന പോയിന്റ്. അപ്പൊ ഇതാ at x equal to -1 is a point of local maximum വാല്യൂ വരുന്ന പോയിന്റ്. ഇനി മാക്സിമം വാല്യൂ ഈക്വൽ ടു നമ്മുടെ f of x ഇട്ട് കൊടുക്കുക. f of x equal to x³ മൈനസ് 3x ആയിരുന്നു, -1 വാല്യൂ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ -1³ മൈനസ് 3 into -1 അപ്പൊ -1 പ്ലസ് 3 വാല്യൂ നിങ്ങൾക്ക് 2 കിട്ടും. ഓക്കെ, മാക്സിമം വാല്യൂകൾ എന്തായാലും മിനിമം വാല്യൂകൾ വലുത്. ഇവിടെ ലോക്കൽ മിനിമം വാല്യൂ നമുക്ക് എന്ത് കിട്ടി, -2 കിട്ടി. ലോക്കൽ മാക്സിമം നമുക്ക് എന്ത് കിട്ടി, 2 കിട്ടി. ഓക്കെ, അപ്പൊ ഇതേപോലെ ചെയ്യാം. ഇവിടെ ലോക്കൽ മാക്സിമലും ലോക്കൽ മിനിമയിലും മാത്രം എന്ത് കാണുന്നത്, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. അത് മനസ്സിൽ എപ്പോഴും ഓർത്ത് വെക്കണം കേട്ടോ. ഇനി അത് 2 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാറുള്ളൂ. അതിൽ അടുത്തൊരു ആപ്ലിക്കേഷനിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്, അതിന് ചോദിച്ചു കാണാറില്ല, എന്നാലും നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, ഇവിടെ കേട്ടോ 2 പോസിറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോ 15 കിട്ടണം. അതേ 2 നമ്പറിന്റെ സ്ക്വയർ എടുക്കുമ്പോ എനിക്ക് മിനിമം വരാൻ കിട്ടാവുന്ന ഏറ്റവും മിനിമം വാല്യൂ കിട്ടണം, ചെറുത് കിട്ടണം. ആഡ് ചെയ്യുമ്പോ എത്രയാണ്, 15. അതേപോലെ തന്നെ ആ 2 നമ്പറിന്റെ സ്ക്വയർസ് എടുക്കുമ്പോൾ എത്രയാണ്, മിനിമം വാല്യൂ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, നമുക്കറിയില്ല നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന്. x plus y equal to 15 കൊടുക്കുക. ഇപ്പൊ 2 നമ്പേഴ്സ് എനിക്ക് ഇഷ്ടമുള്ള എടുക്കാം കേട്ടോ. 8 7 കൊടുക്കുക. 8 7 എടുത്താല് എനിക്ക് 15 കിട്ടും. പക്ഷെ അതിന് സ്കോർ ചെയ്യുമ്പോൾ മറ്റുള്ള നമ്പർ വെച്ച് നോക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം, കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ചെറുത് കിട്ടണം. അതാണ് ഐഡിയ. അപ്പൊ നോക്കി x plus y equal to 15. ഇനി ഒരു വേരിയബിൾ ഇക്വേഷൻ നമുക്ക് ചെയ്യാൻ അറിയുള്ളൂ, ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം വരുമ്പോ. അപ്പൊ എന്ത് ചെയ്യണം, ഇതിന് ഒറ്റ വേരിയബിൾ ആക്കാൻ വേണ്ടി നമുക്ക് y ന്റെ ഇക്വേഷൻ കാണാം. y equal to in terms of x ൽ 15 പ്ലസ് x പുറം വരുമ്പോ 15 minus 6 അത് അവിടെ വെക്കട്ടെ. ഇനി സ്ക്വയറിന്റെ അപ്പൊ സ്ക്വയർ മെസ് ആക്കി എടുത്ത് സ്ക്വയർ. ഓക്കെ, 2നെ സ്ക്വയർ ചെയ്യുമ്പോൾ എനിക്ക് മിനിമം. അപ്പൊ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ചെയ്യുമ്പോൾ മിനിമം. അപ്പൊ അതിന്റെ ഇക്വേഷൻ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ അങ്ങനെ ചെയ്താ 15 minus 6 ഹോൾ സ്ക്വയർ ഒറ്റ വേരിയബിൾ ആക്കാം. ഇനി ഇവിടെ s ഈക്വൽ ഇനി ഇക്വേഷൻ ഒന്ന് കൺവേർട്ട് ചെയ്യുക, റീറൈറ്റ് ചെയ്യുക. a മൈനസ് b ഹോൾ സ്ക്വയർ, a സ്ക്വയർ മൈനസ് 2ab പ്ലസ് എന്തായിരുന്നു b സ്ക്വയർ. അപ്പൊ x സ്ക്വയർ. അപ്പൊ s ഈക്വൽ ടു x സ്ക്വയർ പ്ലസ് x സ്ക്വയർ ടു x സ്ക്വയർ. ഇനി 2 into 15 മൈനസ് 30x. ഇനി പ്ലസ് 50 സ്ക്വയർ എന്ത് വരും, 225 വരും അല്ലെ, ഇങ്ങനെ കിട്ടും. ഇനി ഈ ഒരു സാധനം ഈ കിട്ടിയ ഇക്വേഷന്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് s ഡാഷ് ആണ്. ഇപ്പൊ എന്ത് വരും നോക്കി, 2x ഡെറിവേറ്റീവ് 2 into 2x 4x എന്ന് വരും, മൈനസ് 30 എന്ന് വരും. ഇങ്ങനെ കിട്ടൂലേ ഫസ്റ്റ് ഡെറിവേറ്റീവ്. ഇതേപോലെ തന്നെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. എന്ത് വരും ഇപ്പൊ 4x ഡെറിവേറ്റീവ് 4 മൈനസ് 30 ഡെറിവേറ്റീവ് പോയി. ഓക്കെ, അപ്പൊ എന്ത് ചെയ്ത് ആ ഇക്വേഷൻ നമ്മ ഒറ്റ വേരിയബിളിലാക്കി മാറ്റി. അതിനുശേഷം എന്ത് ചെയ്ത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉണ്ട്, സെക്കൻഡ് ഡെറിവേറ്റീവ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യണം, ക്രിട്ടിക്കൽ പോയിന്റ് കാണണം. അപ്പൊ നേരത്തെ ഇതുപോലെ തന്നെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് 0 ആയിട്ട് അസ്യൂം ചെയ്യാം. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, 4x മൈനസ് 30 ഈക്വൽ ടു 0. അപ്പൊ എനിക്ക് 4x ഈക്വൽ ടു 30, x ഈക്വൽ ടു 30 by 4 കാൽക്കുലേറ്റർ അടിക്കുക, 7.5 എന്ന് കിട്ടും. 7.5 x ന്റെ വാല്യൂ 7.5 ഒറ്റ വാല്യൂ ഉള്ളൂ കേട്ടോ. അതെന്ത് ചെയ്യുക, സെക്കൻഡ് ഡെറിവേറ്റീവ് ഇട്ട് കൊടുക്കുക.
എസ് ഡബിൾ ഡാഷ് 4 അല്ലേ. ഓക്കെ, ഏത് പോയിന്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിലും ഇപ്പൊ 7.5 അല്ല ഒന്ന്, ഏത് പോയിന്റ് ഇട്ട് കൊടുക്കണം നമുക്ക് ആൻസർ എന്തായാലും വരും 4 തന്നെ. 4 എന്താണ് ഗ്രേറ്റർ ദാൻ 7. അപ്പൊ ആ പോയിന്റ് നമുക്ക് എന്ത് തരാം, ലോക്കൽ മിനിമം വാല്യൂ തരാം. ഓക്കെ, അപ്പൊ നമുക്ക് എക്സ് വാല്യൂ കിട്ടി 7.5 മിനിമം വാല്യൂ തരണം. വൈ വരാണ് ബുദ്ധിമുട്ടുണ്ടാവും. വൈ ഈക്വൽ 15 മൈനസ് എക്സ് അല്ലേ, 15 മൈനസ് എക്സിന് പകരം 15 മൈനസ് 7.5 നിങ്ങൾക്ക് എന്തിന്റെ വാല്യൂ വരും 7.5. അതാണ് രണ്ട് നമ്പേഴ്സ്. ആ 7.5 പ്ലസ് 7.5 ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും 15 കിട്ടും. അത് സ്കോർ ചെയ്യുമ്പോൾ ആയിരിക്കും ബാക്കിയുള്ള നമ്പർ സ്കോർ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും മിനിമം സ്കോർ വാല്യൂ കിട്ടുക 7.5 7.5. ഇതൊരു അപ്ലിക്കേഷനുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അധികം ചോദിച്ചാണ്. എന്തായാലും നിങ്ങൾ ഇതേപോലെ തന്നെ പഠിക്കണം. നിങ്ങൾക്ക് സ്ക്വയറിന്റെയും അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ ഒരു റെക്ടാങ്കുലർ ബോക്സ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഈ വോളിയത്തിന്റെ, അതും കറക്റ്റ് പഠിക്കാം. വോളിയത്തിന്റെ റെക്ടാമിന്റെ ഇക്വേഷൻ ആണ് പഠിക്കണം. റെക്ടാങ്കുലറിന്റെ വോളിയം കാണാം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, അത് നിങ്ങൾക്ക് ഒരു A4 ഷീറ്റ് ഒക്കെ വെച്ച് കാണിച്ചിട്ടുണ്ട് ഓഫ്ലൈനിൽ. ഓക്കെ, അതും പഠിച്ചു വരാം. ഇനി ലാസ്റ്റ് ഒരെണ്ണം കേട്ടാ, ഒരു വട്ടം എക്സാമിന് ഉണ്ടല്ല ഈ ആബ്സല്യൂട്ട് മാക്സിമം ആൻഡ് ആബ്സല്യൂട്ട് മിനിമം ചോദിച്ചത്. ഓക്കെ, ഫൈനൽ എക്സാമിന് ബാക്കിയുള്ള പഠിച്ചാലും ഈ ഒരു സെക്ഷൻ മാത്രം നിങ്ങൾ വിട്ടുകളയരുത്. ഇവിടെ കേട്ടാ ആബ്സല്യൂട്ട് മാക്സിമം ആൻഡ് ആബ്സല്യൂട്ട് മിനിമയില് നിങ്ങൾ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണണ്ട. നിങ്ങൾ ഏതിൽ മാത്രം ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമയിൽ മാത്രം. ഇവിടെ നമ്മുടെ കയ്യിൽ എന്തുണ്ട്, എഫ് ഓഫ് എക്സ് ഉണ്ട്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, ഏറ്റവും ആദ്യം ഇതില് ഏത് പോയിന്റിലാണ് ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം അവിടെ കണ്ടുപിടിച്ചില്ല. അതേപോലെ തന്നെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് എഫ് ഡാഷ് ഓഫ് എക്സ്. എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താണ് 3x² വരും ഇല്ലേ. ഇനി ക്രിട്ടിക്കൽ പോയിന്റ് കാണാം, നിങ്ങൾ എപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0. എനിക്ക് ചെയ്താ 3x² ഈക്വൽ ടു 0, x² ഈക്വൽ 0/3 0, x ഈക്വൽ ടു √0 0. 0യിലാണ് ഈ ഫംഗ്ഷൻ ക്രിട്ടിക്കൽ പോയിന്റ് വരുന്നത്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, 0യിൽ മാത്രമല്ല 0യിലും -2ലും 2ലും ഫംഗ്ഷന്റെ വാല്യൂ കാണും. അതിലേതാണോ വലുത് അതാണ് ആബ്സല്യൂട്ട് മാക്സിമം വാല്യൂ, ഏതാണ് ചെറുത് അതാണ് ആബ്സല്യൂട്ട് മിനിമം വാല്യൂ. അപ്പൊ നോക്കി, ഏറ്റവും ആദ്യം എഫ് ഓഫ് 0 ആണ് ഉണ്ടാ. എഫ് ഓഫ് 0, എഫ് ഓഫ് എക്സ് നമ്മളെ എക്സ് ക്യൂബ് ആകുമ്പോൾ 0³ ഈക്വൽ ടു 0. ഇനി എഫ് ഓഫ് -2 ആണ്, -2³ ഇട്ടാ, -2³ എന്താ -2 ഇൻറ്റു -2 4, 4 ഇൻറ്റു -2 -8 വരും. ഓക്കെ, ഇനി എഫ് ഓഫ് 2 ആണ്, ഈ -2 2 ഓപ്പൺ ഇന്റർവെലും ക്ലോസ് ഇന്റർവെലും കേട്ടാ. ഇനി ഇവിടെ എന്ത് വരും 2³ 2ന്റെ വാല്യൂ എന്ത് വരും 8 വരും. ഇതിൽ ഏറ്റവും വലിയ വാല്യൂ ഏതാണ് 8. അതാണ് ലോക്കൽ മാക്സ്. അപ്പൊ നിങ്ങൾക്ക് അടിയിൽ എഴുതി വെക്കുക ആബ്സല്യൂട്ട് 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 മാക്സിമം വാല്യൂ ഈക്വൽ ടു മാക്സിമം വാല്യൂ ഈക്വൽ ടു 8. ഏറ്റവും കിട്ടിയ വലുത്. ഇനി അടുത്ത ഏറ്റവും അവസാനം ആബ്സല്യൂട്ട് ആബ്സല്യൂട്ട് മിനിമം വാല്യൂ ഈക്വൽ ടു മിനിമം വാല്യൂ ഈക്വൽ കിട്ടിയില്ല ഏറ്റവും ചെറുത് -8. ഇതാണ് ഈ പാർട്ടിൽ ഏറ്റവും അവസാനത്തെ ആബ്സല്യൂട്ട് മാക്സിമം ആൻഡ് ആബ്സല്യൂട്ട് മിനിമം. ഇവിടെയും എന്താ ആവശ്യമില്ല, സെക്കൻഡ് ഡെറിവേറ്റീവ് ആവശ്യമില്ല. പിന്നെ റിപ്പീറ്റ് ചെയ്യാണ്, നിങ്ങൾ എല്ലാവർക്കും എഫ് ഡബിൾ ഡാഷ് എക്സ് എഴുതി വെക്കരുത്. എവിടെ മാത്രം ഇതാ ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമയിൽ മാത്രം. ഓക്കെ, അപ്പൊ ഇത്ര കൃത്യമായിട്ട് പഠിക്കുക. ഈ 7 ക്വസ്റ്റ്യൻസ് പഠിക്കുക, ഞാൻ തരുന്നതിൽ മോർ ക്വസ്റ്റ്യൻസും പഠിച്ചു വരാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യും, ആ ചാപ്റ്റർ എക്സാമിൽ നല്ലൊരു മാർക്കും ഇനി എക്സാമിന് വരികയാണെങ്കിലും നിങ്ങൾക്ക് കുറെയൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. ഇനിയും കുറച്ച് ബുദ്ധിമുട്ടുള്ള ലെവൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഇത് കേട്ടപ്പോ തന്നെ ഒരു ഷുവർ ക്വസ്റ്റ്യൻസ് പിന്നെ വരുന്നുണ്ട് ഈ ചാപ്റ്ററിൽ നിന്ന്. ഓക്കെ, അപ്പൊ അതുകൂടി നോക്കി പഠിക്കണം കേട്ടോ. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിക്കാം. ബൈ.